ഒരുപാട് പേര് വളരെയധികം വേവലാതിയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡോക്ടർ, ESR ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ESR കുറയാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ESR കൂടുക എന്നുള്ളത് പ്രത്യേകിച്ചൊരു അസുഖം ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചൊരു അസുഖമല്ല ESR കൂടുക എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള എന്തോ ഒരു രോഗാവസ്ഥ, അത് ചെറിയ പനികളാകാം, അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള പനികളാകാം, നമുക്ക് ജോയിന്റിൽ പെയിൻ വരുന്നതാകാം, അത് തന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നം കൊണ്ട് ജോയിന്റിൽ പെയിൻ വരുന്നതാകാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തേയ്മാനം കൊണ്ട് വരുന്ന ജോയിന്റ് പെയിൻ ആകാം, അല്ലെങ്കിൽ വാദത്തിന്റെ പ്രശ്നങ്ങളാകാം, ഇനി അതുമല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളാകാം. സോ എന്തോ ഒരു പ്രോബ്ലം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ, അത് എന്ത് തന്നെ ആകട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള രോഗാവസ്ഥകൾ, പ്രശ്നങ്ങൾ ശരീരത്തിലേക്ക് വരുമ്പോൾ ആ അസുഖത്തിൻ്റെ തോത്, തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് ESR. സോ ESR കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ESR കൂടുതലാണ് എന്ന് ലാബ് റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു പ്രശ്നം ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തോ ESR കൂടുതലാകാൻ തക്ക ഒരു കാരണം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ആ കാരണത്തിന് നമ്മൾ ചികിത്സിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ESR കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ESR കുറയാനെന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള യാതൊരുവിധ ഗുളികയും മരുന്നൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റേ ആർക്കും വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതെങ്കിലും മാറ്റിയെടുക്കണം. എന്തോ ഒരു പ്രശ്നം കാരണം, അത് ചെറുതാകാം വലുതാകാം, ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ചിലപ്പോൾ ESR കൂടാം, വലിയ വലിയ പ്രശ്നങ്ങളിലും ESR കൂടുതലായിട്ട് കാണാം. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് ഒരു ഡോക്ടറുടെ സഹായം തേടാം. എന്നിട്ട് ആ കാരണം നമ്മൾ ചികിത്സിക്കുമ്പോൾ ESR ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരും. താങ്ക് യു.